എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഞാനിങ്ങനെ നാട്ടിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ മഴവിൽ മനോരമയിൽ ഒരു ചിരി ബമ്പർച്ചിരി തുടങ്ങി 50 എപ്പിസോഡായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങനെ രാത്രി കിടക്കുമ്പോഴാണ് ഫോൺ കണ്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നി അതിലേക്കൊന്ന് പോയാലോ, ഒന്ന് പോകാൻ നോക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വിഷ്ണുവായ സ്വാമിനെ വിളിച്ചു, അമ്മ ദേവിനെ വിളിച്ചു. അങ്ങനെ അത് ശരിയായിട്ട് ഞാൻ അങ്ങനെ അവർക്ക് വിളിക്കല വാട്സപ്പിൽ വിട്ടു. ഈ വാട്സപ്പ് നമ്പറിൽ ഒരു അക്ഷരം തെറ്റി, അതേ ഞാൻ അറിയണില്ല. ഇത് പോയത് വലിയൊരു തുണിമില്ലിലേക്ക് പോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ നിന്ന് വാട്സപ്പിൽ ഒരു പെൺകുട്ടി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു സെലക്റ്റായല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. കുറേ നമ്പറും ഉണ്ട്. അപ്പം ഞാൻ അടുത്തുള്ളവർക്ക് കാണിച്ചു കൊടുത്തു. ഇതേ ഇന്നമാതിരി ഞാൻ അയച്ചു കൊടുത്തിട്ട് എനിക്ക് സെലക്റ്റായി എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ വഴിക്ക് അവർ ഇത് എപ്പോഴത് ചെയ്തതെന്നൊക്കെ ചോദിച്ച് എന്നോട് കേട്ടോ. അങ്ങനെ ഞാനത് എന്നിട്ട് ഈ നമ്പറിലേക്ക് വേണ്ടി ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ സെലക്റ്റായിട്ട് കണ്ട് എന്തോന്ന് അറിയിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പം നല്ല മാഡം അവിടെ നിന്ന് പറയണം, ഇത് ഷെയർ ആവാനാണോ അതെ നിങ്ങൾക്ക് തുണികൾ വേണമെന്ന് അറിയാനാണ്. അപ്പം ഇത് തുണിക്കടയാണോ? അത് തുണിയുടെ വലിയൊരു ബിസിനസ്സുള്ളൊരു സ്ഥലമാണ്. അയ്യോ മാഡം തെറ്റിയിട്ടാ, സോറി എന്ന് പറഞ്ഞ് ഞാനത് കട്ടാക്കി. പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഗ്രൂമേഴ്സിൽ ഒരുത്തൻ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, എവിടെ വീഡിയോ തൃശ്ശൂർ. ഞാൻ തൃശ്ശൂർക്കാരനാണെന്ന് പറഞ്ഞു. ശരി. അപ്പോൾ എനിക്കിങ്ങനെ മഴവിൽ സ്റ്റാൻഡപ്പ് കോമഡിക്ക് വരണമെന്നുണ്ട്, എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്താ പേര്? ലീല. ഒരു കാര്യം ചെയ്തോളൂ ലീലേച്ചിയ, സ്റ്റാൻഡപ്പ് കോമഡി അയച്ചോളോ എന്ന് പറഞ്ഞു. 4 മിനിറ്റ് അയക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ ഒരു അമ്പലത്തിൻ്റെ അവിടെ കുട്ടികൾ സ്കൂളിൽ അമ്പലത്തിൽ വരും, അതിലത്തെ ഒരു കുട്ടീനെ വിളിച്ച് നിർത്തിയൊരു 4 ഇത് ആരും അറിയിക്കണില്ല കേട്ടോ. ഞാൻ അങ്ങനെ അയച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് റിപ്ലൈ വന്നു, ഒരെണ്ണം കൂടി അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രണ്ടാമതും ഒരെണ്ണം കൂടി അയച്ചിട്ടാ. അപ്പോൾ ഞാനിവിടെ അടുത്തൊരു നായരുടെ കഥയാണ്, ഒരു ഭയങ്കരമായ ഒരു കോമഡിയുടെ ഒരാളുടെ വിവരമില്ലാണ്ട് ചെയ്യുന്നൊരു ആളുടെയാണ് ഈ അയക്കുന്നത്. അത് കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, ഒരെണ്ണം കൂടി അയക്കില്ലേ ചെയ്തു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ അടുത്തൊരു ജോസേട്ടൻ്റെ 2 മരുമക്കളുണ്ട്, ഒന്ന് ജീച്ചിയും ഒന്ന് മെർസലാട്ടാ. അപ്പോൾ അവരോട് ഈ കാര്യം പറഞ്ഞു. പറഞ്ഞപ്പോൾ ചേച്ചി ഒരു കാര്യം ചെയ്തു, ഞങ്ങളുടെ അടുത്തേക്ക് പോരാൻ, വേറെ ആരെയും അറിയിക്കേണ്ടാന്ന്. അങ്ങനെ അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ അത് ഷൂട്ട് ചെയ്ത് അവരെന്നെ ആരും അറിയിക്കാണ്ട് സെലക്ട് ചെയ്ത് അവരെന്നെ അവിടേക്ക് അറിയിച്ചു. ഇങ്ങനെ ഈ ചേച്ചിക്ക് നല്ലൊരു വേക്കൻസി കൊടുക്കണം കേട്ടോ, അത് അത്രയും ആഗ്രഹത്തിലാണെന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് മനസ്സിലാങ്ങോട്ട് അറിയിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞാൻ എൻ്റെ മോൻ്റെ നമ്പർ കൊടുത്തു. എൻ്റെ നമ്പറാണ് അയച്ചു കൊടുത്തത് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞുള്ള വീണ്ടും റിപ്ലൈ വന്നപ്പോൾ പറഞ്ഞു സെലക്ട് ആയിട്ടാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സന്തോഷമായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പം മോൻ്റെ ഫോണിലേക്ക് അവർ വിളിച്ചിട്ട് പറഞ്ഞു, തൃശ്ശൂർക്കാരുണ്ട്, പേര് ഞാൻ പറഞ്ഞു. അവൻ വിളിച്ചിട്ട് പറഞ്ഞു, ലീലേച്ചിക്ക് സെലക്ട് ആയിട്ടുണ്ട്, ഏതോ ഒരു ദിവസം പറഞ്ഞു, അന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു 5-8 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്നോളൂ, അപ്പോൾ കൊറോണയുടെ ടെസ്റ്റ് പോയി ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൻ്റെ ഫോണിലേക്ക് വിളിച്ച്, മോനിതറിയില്ലോ, മോൻ ആരാ എന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് പറയണത്, മഴവിൽ മനോരമ എന്നാണ് വിളിക്കണേ, ഇങ്ങനെ ലീല എന്ന് പറയുന്ന കക്ഷിക്ക് സെലക്ട് ആയിട്ടുണ്ട്, അതിനാണ്. അപ്പം എൻ്റെ മോനോട് പറഞ്ഞു, എനിക്ക് സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായിട്ടാണ്. വേഗം ഞാൻ കൊറോണ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് തുണികളൊക്കെ ബാഗിലാക്കി. അപ്പോൾ പറയണില്ല, ഇങ്ങനെ ഓഡീഷൻ ഉണ്ടെന്നൊന്നും ഇവർ പറയണില്ല, നമുക്കറിയില്ല. അങ്ങനെ അഡ്രസ്സൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ 2ാമത്തെ മോൻ ഓട്ടോറിക്ഷയാണ്, അവൻ ഡ്രൈവർ കൊണ്ടാക്കണം. അപ്പം എൻ്റെ കൂടെ ഒരാൾ വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ 3ാമത്തെ ഞങ്ങൾ 3 ആളും കൂടി ഇങ്ങനെ വൈറ്റില ഹബിൻ്റെ അവിടെ ചെന്ന് അവർ അഡ്രസ്സൊക്കെ പറഞ്ഞു ചെന്ന് അഡ്രസ്സ് കണ്ട് അങ്ങനെ അവിടെ ചെന്നപ്പോൾ സെക്യൂരിറ്റി ഇങ്ങനെ ടെസ്റ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ 3ാമത്തനോടും എന്നോടും അവിടെ കടന്നു പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഒരാളെ കൂടെ കൊണ്ടുപോകാൻ പാടില്ല, ശരിയെന്നും പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോഴേ പിന്നെയും സെക്യൂരിറ്റി ഉണ്ട്. അതും കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ചെന്ന് ആ കുടുംബത്തിലെത്താൻ ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഒരു മുറ്റത്ത് കുറേ പേരിയ്ക്കുന്നുണ്ട്, ഒരു 10-100 ആളെപ്പോഴും എനിക്കറിയില്ല ഇത് ഓഡീഷൻ നടക്കുന്നുണ്ടെന്നുള്ളത്. അവിടെ ചെന്നു എല്ലാവരും ഇങ്ങനെ ഇരുന്ന്
സ്റ്റാൻഡപ്പ് കോമഡിക്കാരും മറ്റവരൊക്കെ വിളിക്കുന്നുണ്ട്, ഗ്രൂമേഴ്സ് വിളിക്കുന്നുണ്ട്, അത് അഭിനയിപ്പിച്ചിട്ട് വിടുന്നുണ്ട്. ചിലർ കരഞ്ഞ് വരുന്നുണ്ട്. ഞാൻ അപ്പോൾ എന്താ നിങ്ങൾ കരയിടാന്നൊക്കെ ചോദിക്കുന്നത്, ഔട്ടായി ഔട്ടായി എന്ന് പറയും. അയ്യോ അപ്പോൾ എനിക്ക് ടെൻഷനായി, ഇതുണ്ടാ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ എന്നെ വിളിച്ചു, ലീല തൃശ്ശൂരിൽ നിന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ഞാൻ ചെന്നു. എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായില്ല, ഭയങ്കര അതിശയം. ഞാൻ എൻ്റെ അമ്മദേവിനെ വിഷ്ണുസാഹിബിനെ വിളിച്ചിട്ട് അങ്ങനെ കയറി ആ ഗ്രൂമേഴ്സിൻ്റെ മുന്നിൽ ചെന്നു. എന്നോട് എന്താണ് കോമഡി ചെയ്യാൻ പറഞ്ഞു. ഞാനപ്പോൾ ലാസ്റ്റ് അയച്ചു കൊടുത്ത കോമഡി ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ടെൻഷനും ഇല്ല കേട്ടോ. ഗ്രൂമേഴ്സിൻ്റെ മുന്നിലും പ്രൊഡ്യൂസറും എല്ലാവരും ഇരിക്കുക, അവരുടെ മുന്നിൽ ചെയ്തു. 4 മിനിറ്റ് ചെയ്തു. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴേ അവർ പറഞ്ഞേ, അയ്യോ ഇത് ശരിയായിട്ടില്ല കേട്ടാ, എന്തായാലും അവിടെ പോയി എനിക്ക് പറയാമെന്ന്. അപ്പം ഞാൻ നല്ല ആൾക്കാരാട്ടാ ഗ്രൂമിൽ. ഞാൻ ചിരിച്ചിട്ട് പറയാണ് കേട്ടോ, നല്ല ആൾക്കാരാട്ടാ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം ഇങ്ങനെയാണ് പറയണത്. ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ നാട്ടിൽ ചെന്നിട്ട് മഴവിൽ മനോരമക്കാർ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ചതിച്ചു എന്നും പറഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്യും പറഞ്ഞിട്ട് തമാശക്കിട്ടാ പറഞ്ഞപ്പോൾ ഗുരുമേഴ്സൊക്കെ ഉണ്ട് ചിരിച്ചിട്ട് അവർ പറഞ്ഞ കാര്യം ചേച്ചി അവിടെ പോയിരിക്കുന്നു. അങ്ങനെ പോയിരുന്നു ഒരു 4 മണിയായപ്പോൾ ഇവരാൾക്കാരൊക്കെ പോയി. ഞാൻ മാത്രം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഞാൻ മാത്രം സെലക്റ്റായി. പിന്നെ ഒരു എന്നെക്കാൾ ഇത്തിരി പ്രായമുള്ളൊരു ചേച്ചിയും കൂടെ ഏട്ടാ, അത് അവിടെയുള്ളത് വയറ്റില അവിടെ അടുത്തുള്ളതാട്ടാ അതും. പിന്നെ വേറൊരു ആണും 2 ആണുങ്ങൾ തമ്മിൽ അഭിനയിക്കുക. അങ്ങനെ 3 സെറ്റാണ് സെലക്ട് ആയത്. കുറേ പേരുണ്ടായിരുന്നു എല്ലാവരും. അങ്ങനെ അവിടെ ചെന്ന് അത് ശരിയായി കഴിഞ്ഞു. 4 മണിയായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ലീല സെലക്റ്റായിട്ടാണ്. കൂടെ ആരാ നിൽക്കണേന്ന് ചോദിച്ചു. ഞാൻ കൂടെ ഒരു മോനുണ്ട് എന്ന് പറഞ്ഞു. അപ്പം മോൻ പറഞ്ഞു, എനിക്ക് പോകണം, ഞാൻ പോട്ടെ, എനിക്ക് ഇങ്ങനെ ജോലിക്ക് പോകണ്ടേ, പണിക്ക് പോകണ്ടേ. എന്നാൽ ശരി കുഴപ്പമില്ല പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല പൊക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് അവിടുത്തെ കുടുംബത്തിലത്തെ കാര്യമൊന്നും അറിയില്ല കേട്ടോ. അപ്പം നമ്മൾ ആ കുടുംബത്തിൽ പെട്ടു, മഴവിൽ മരം കുടുംബത്തിൽ പെട്ടു. അതൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യം കേട്ടോ. അതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഒരു ഭാഗ്യം തന്നെ വേണം. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഇപ്പം അഭിനയിക്കുന്നവർ മുഴുവൻ അവിടെ ഉണ്ട്. ഞാൻ നല്ല കൂട്ടായി അവരൊക്കെ ആയിട്ട്, എല്ലാവരുമായിട്ട് കൂട്ടായി. ഇപ്പോൾ അഭിനയിക്കണ്ടല്ലോ, എല്ലാവരും അഭിനയിച്ച് നല്ല രീതിയിൽ നടക്കണ്ടല്ലോ അവരായിട്ട്. നല്ല കൂട്ടിക്കെട്ടായി. അങ്ങനെയായി. നമ്മൾ അപ്പോഴേക്കും എന്നെ വിളിച്ചു കൊണ്ടുപോയി ഒരു പേപ്പർ എടുത്ത് എന്നോട് എഴുതാൻ പറഞ്ഞ് എഴുതി. പക്ഷെ നമ്മൾ അയച്ചു കൊടുത്ത കോമഡി അല്ലാട്ടോ ഗ്രൂമേഴ്സ് തന്നത് കല്യാണം കഴിഞ്ഞത് എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടാണ് അവർ അത് എഴുതിയെന്ന് അത് പഠിക്കാൻ വന്നു. എന്നിട്ടേ അങ്ങനെ ഇരിക്കുമ്പോൾ വൈകിട്ട് അപ്പോൾ അവർ പറയണേ, ലീല ഒരു കാര്യം ചെയ്യട്ടോ, നമ്മളെല്ലാവർക്കും ഒരുമിച്ച് പോവാട്ടോ. അപ്പം ഞാൻ എവിടേക്കാണ്? അയ്യോ നമുക്ക് ഹോട്ടലുണ്ട് വലുത്, അവിടെയാണ് റൂമുകൾ, അവരെ നമ്മൾ കൊണ്ടാക്കും, അവിടെ രാവിലെ ഇങ്ങോട്ട് കൊണ്ടുവരും 7 മണിക്ക്. അങ്ങനെ ചോദിച്ചു. അങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോയി വലിയ ഹോട്ടൽ ഹമ്പിൻ്റെ അവിടെ ഏട്ടാ, വൈറ്റില ഹമ്പിൻ്റെ അവിടെ വലിയൊരു ഹോട്ടൽ. അവിടെ ചെന്ന് റൂമിൻ്റെ ചാവിയൊക്കെ തന്നു. ഞാനത് എങ്ങനെയൊക്കെയാണ് തടത്തിയപ്പോൾ എനിക്കറിയില്ല. ചെന്നെൻ്റെ ദൈവമേ, ആ റൂമും അയ്യോ എന്തോരം വലിയ VIP സിനിമാടന്മാർക്ക് കിടക്കാൻ പറ്റിയ റൂമുകളാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ റൂം. അങ്ങനെ അത് കിട്ടി. അവിടെ കിടന്നു. അപ്പോഴേക്കും വിളി വന്നു, രാവിലെ 7 മണിക്ക് ഡ്രസ്സ് മാറി നിന്നോളോ വണ്ടി വരുന്നു വന്നു. അങ്ങനെ അവിടുന്ന് 7 മണി നമ്മളേക്ക് എല്ലാവരും താഴെ ഇറങ്ങി, വേറെ റൂമുകൾ എല്ലാവരും താഴെ ഇറങ്ങി നിന്ന് അങ്ങനെ വണ്ടി വന്ന് വണ്ടിയിൽ കയറി പോയി. രാവിലെ അടിപൊളി ഭക്ഷണം, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഭക്ഷണം, പിന്നെ 4 മണിക്ക് ചായ, രാത്രി അടിപൊളി ഭക്ഷണം. പിന്നെ നമ്മൾ ഈ എന്താ പറയുക, പരീക്ഷയ്ക്ക് പഠിക്കില്ലേ, അതേപോലെ എഴുതി തന്നത് ഓരോ മുക്കിലും മൂലയിലിരുന്ന് പഠിച്ച്. അപ്പോൾ ഒരു 8 ദിവസം ഞാൻ നിന്നു കേട്ടോ. 8 ദിവസം നിന്നു. 9ാമത്തെ ദിവസം ഷൂട്ടിങ് എന്ന് പറഞ്ഞു പഠിച്ച്. അങ്ങനെ 9ാമത്തെ ദിവസം നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കണ സിനിമാക്കാരുടെ മേക്കപ്പും അവിടെ എല്ലാ പരിപാടികളും നടക്കുക. അവിടെ എന്താ പറയുക, മഴവിൽ മനോരമയുടെ എല്ലാ പരിപാടിയും അവിടെ നടക്കുന്നുണ്ട്. അവർ കുടുംബമാണല്ലോ, അതിലൊക്കെ നമുക്ക് എവിടെയും ചെല്ലാം, നമ്മളവിടെ അതിൽ പെട്ടില്ല. അങ്ങനെയൊക്കെ നടന്ന് പിന്നെ എന്നെ മേക്കപ്പ് ചെയ്യാൻ വിളിച്ചപ്പോൾ മേക്കപ്പ് ചെയ്യാൻ അവർ ചെയ്യണതും അവർ ആ മൈക്ക് ഇങ്ങനെ വെച്ച് തന്നത് എല്ലാം ഭയങ്കര അയ്യോ അതിലൊക്കെ ചെന്ന് പെടുക എന്ന് പറഞ്ഞാൽ ഭാഗ്യം, അത്രയും ഭാഗ്യമുള്ളവർക്ക് പറ്റുള്ളൂ. അങ്ങനെ ചെന്ന് അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ എനിക്ക് മഞ്ജുപിള്ളേനെയും കാണാൻ പറ്റി, സാബു, നസീറും.
മറ്റേ കോട്ടയം നസീറല്ല കേട്ടാ, മറ്റേ നസീർ. അങ്ങനെ കണ്ടു, അവരൊക്കെ കണ്ടു സംസാരിച്ചു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണെന്നറിയാം, നമ്മുടെ കാർത്തിക് സൂര്യനെ. പാവാട്ടോ, അവരൊക്കെ പറയുമ്പോൾ കണ്ട അതിൻ്റെ ചിരി ഇപ്പോഴും ഞാനത് കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാവരുമായിട്ട് പരിചയപ്പെട്ട് സന്തോഷമായി. ഷൂട്ട് കഴിഞ്ഞ് 5 അടിച്ചുള്ളൂ, എന്നാലും കുഴപ്പമില്ല, ഭാഗ്യമല്ലേ നമുക്ക് അങ്ങനെയൊക്കെ ഒരു സ്റ്റേജിൽ കയറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം ചെയ്ത ഇതാണ് കേട്ടോ. അങ്ങനെ അതിലും രക്ഷപ്പെട്ട് പോകുന്നു. അങ്ങനെ ഗ്രൂമേഴ്സിൻ്റെ നമ്പർ ഇപ്പോഴും ഉണ്ട്, ഞാൻ വിളിക്കില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കും. അപ്പം നമ്മുടെ മഴവിൽ മനോരമേൻ്റെ ഗ്രൂമേഴ്സായാലും നമ്മുടെ മഞ്ജുപിള്ള, നസീർ, സാബു, കാർത്തിക് സൂര്യ, എല്ലാവരും ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ.